മുട്ടപ്പം മൂത്രത്തിൽ നമ്മുടെ ആ പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. നിന്നാലേ ഇവർക്ക് ഒരു സെക്സ് ചെയ്യാൻ, പക്ഷെ ആ ഓർഗാസത്തിലേക്കൊക്കെ ഒരു ഉദ്ദേശിക്കുന്ന അതിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയാണ്. 3 ആൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓരോരാളായിട്ട് അത് പറ്റില്ല, നമുക്ക് 3 ആൾക്കും ഒപ്പരം. അപ്പോൾ ഈ ബലമായി പിടിച്ച് അവരെ വസ്ത്രമൊക്കെ പിടിച്ച് മേടിച്ച് പൊളച്ചക്ക് സംഭവമൊക്കെ നടത്തി അവരെ ഒരാൾ കഴുത്തിൻ്റെ എടുക്കുക, ഒരാൾ അവരെ കാലിൻ്റെ എടുക്കുക. ഇത് ഭയങ്കരമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ചെയ്തു. സെക്സ് എന്ന് പറയുന്നത് ഇൻ്റർ കോഴ്സ് മാത്രമാണ്. കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക, കോഴ്സ് ചെയ്യുക. ഇതാണ് ഒരു ശരാശരി മലയാളി കരുതി വെച്ചിരിക്കുന്നത്. ഈ ലൈംഗികതയുടെ പുതിയ തലങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞ മറ്റു ചിത്രങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ പുള്ളിക്കാണെങ്കിൽ എൻ്റെ പെങ്ങളോട് അല്ലായിരുന്നു സ്നേഹം, എന്നോടായിരുന്നു. ഞാൻ നിൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിച്ചെങ്കിലും നിന്നെയും കൂടി എനിക്കിഷ്ടമാണ്. പെൺകുട്ടി എന്ന നിലക്ക്, പെൺകുട്ടി എന്നുള്ള നിലയിൽ വരുന്ന സമയങ്ങളിൽ എന്താണ് ശാരീരികമായി മാനസികമായിട്ട് തന്നെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള ശ്രമം തുടങ്ങി. കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ലൈംഗികതയുടെ പുതിയ കാലമാണ്. അപ്പോൾ ഈ ലൈംഗികത എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് അതിനൊരു പുതിയ കാലം എന്നൊരു ചോദ്യം മനുഷ്യർക്ക് തോന്നാം. ഒന്നുമില്ല, പഴയ കാലത്ത് നമ്മൾ ലൈംഗിക തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാറ്റഗറി നമ്മളിങ്ങനെ പറഞ്ഞു പോകാറുണ്ടായിരുന്നു. അവരൊക്കെ അന്ന് കർട്ടന് പിന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട, ഒരു കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ റോളെന്ത്? പണ്ട് ഏത് നഗരത്തിലിറങ്ങിയാലും സന്ധ്യ നേരത്ത് ഇറങ്ങുന്ന ഒരു വിഭാഗമായിരുന്നു ലൈംഗിക തൊഴിലാളികൾ. നമ്മൾ ഏത് നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും അങ്ങനെ കുറേ മനുഷ്യരെ കാണാമായിരുന്നു. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെയും കാണാമായിരുന്നു. ഇന്നതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പോക്ക് എങ്ങോട്ടാണ്, ഇവരെവിടെയാണ്, ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നേർരേഖ ഒരു ചർച്ച ചെയ്യുന്നത്. 3 പേരാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്തരം സമൂഹത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജെ പള്ളത്ത്. അദ്ദേഹം നിരവധി അവാർഡുകൾ, പ്രൊഫസറാണ്, നിരവധി അവാർഡുകൾ, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ PM സാജിദ്, അദ്ദേഹം ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ അംഗമാണ്. പിന്നൊരാളുള്ളത് ഒരു ട്രാൻസ്മെന്നാണ്, ബിനോയ്. എന്താണ് ഒരു ട്രാൻസ്മെൻ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാം. ഇവർ ഈ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ഇവരിലൂടെ അറിയാൻ നമുക്കൊന്ന് ശ്രമിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജെ പള്ളത്തിൽ നിന്ന് തുടങ്ങാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ സാർ, ഒരു കാലത്ത് നമ്മൾ ഈ നഗരത്തിൽ ഈ മനുഷ്യരെല്ലാം കാണുമായിരുന്നു. ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ഇപ്പോൾ എവിടെ ഇവർ എങ്ങനെ പോകുന്നു? ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ഇടങ്ങൾ ഇപ്പൊ വലിയ മാറ്റം സമൂഹത്തിലുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, അത് ഇവരെയും ബാധിച്ചിട്ടുണ്ട്. ഇവർ പണ്ട് വളരെ വിസിബിൾ ആയിരുന്നു. കാരണം ടൗണില് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്ലയന്റിനെ, അതായത് ആൾക്കാരെ വിളിക്കണമായിരുന്നു, ആകർഷിച്ച് വിളിക്കണമായിരുന്നു. ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല. അവരെല്ലാം ഈ ഓൺലൈനായിട്ട് അവരുടെ ക്ലയൻറ്റിനെ സംഘടിപ്പിക്കുന്നു. മാത്രമല്ല, അതിപ്പോൾ എവിടെ വേണേലും കിട്ടും. അത് കാരണം ഇവിടെയുള്ള ഇവരെ കഴിഞ്ഞ് നല്ല പുറത്തുനിന്നുള്ള കുറേ കൂടെ ഗ്ലാമറുള്ള സെക്സ് വർക്കേഴ്സ് വന്ന് ആ സെക്സ് വർക്കേഴ്സിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീ ലൈംഗിക തൊഴിലാളികളുടെ മേഖല അവർ കീഴടക്കി. പുറത്തുനിന്നുള്ളവർ വലിയ പൈസയ്ക്ക്. ഇവിടെയുള്ളവർ ട്രഡീഷണലായിട്ടുള്ളവർക്ക് വലിയ വെളിയില്ലാതായപ്പോൾ അവർ ഈ ലോട്ടറി വിൽക്കാനും അങ്ങനെയുള്ള മറ്റു ചെറിയ ചെറിയ കാര്യത്തിലേക്കൊക്കെ, ചെറിയ തൊഴിലിലേക്ക് അവർ മാറി ഉപജീവനത്തിൻ്റെ ഭാഗമായി. പിന്നെ ഈ പറയുന്ന പോലെ കാലികമായിട്ട് കിട്ടുന്ന, വല്ലപ്പോഴും കിട്ടുന്ന ചില ഇതിലൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ ഇവരെ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല. അവർ നേരിട്ട് ഈ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട്, ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ട് ഒന്നുകിൽ ലോഡ്ജിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ചും കൂടെ കൊള്ളാവുന്ന സ്ഥലത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം അവരിപ്പോൾ ആദ്യം കാണാനില്ല. ഇത് ഹൈടെക്കായി മാറി അല്ലേ? പണ്ട് സന്ധ്യ മയങ്ങിയാൽ വന്നിരുന്നവർ ഇന്ന് കർട്ടന് പിന്നിൽ നിന്ന് ഓൺലൈനിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തും. അങ്ങനെയല്ലേ കാണേണ്ടത്?
ശരി, നമുക്ക് തിരിച്ചു വരാം. PM സാജിദ്, ഈ സെക്സ് വർക്കേഴ്സിൽ തന്നെ തുടങ്ങാം, അത് കഴിഞ്ഞ് നമുക്ക് ട്രാൻസിൻ്റിലേക്ക് വരാം. സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്ക് ഇപ്പോൾ നമ്മൾ സെക്സ് വർക്കേഴ്സിന് ധൈര്യമായി പറയുന്നു. അങ്ങനെ ധൈര്യമായി പറയാനുള്ള ഒരു അംഗീകാരം ഈ സമൂഹത്തിനുണ്ടോ? ഗവൺമെൻറ് ഇവരെ എങ്ങനെയാണ്? നമ്മുടെ ജീവന സംസ്കൃതി 1999 ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റീൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജീവന സംസ്കൃതി 96 ജീവന സംസ്കൃതി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ ജീവന സംസ്കൃതി? ജീവന സംസ്കൃതി കുറച്ചും കൂടി ഡോക്ടർ ജയജയപിള്ള സാറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിലേക്ക് വരാം, എന്നാലും താങ്കൾ പറഞ്ഞോളൂ. അപ്പോൾ ജീവന സംസ്കൃതി ഈ മേഖലയിൽ HIV തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഏറ്റെടുത്തത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഡോക്ടർ ജയജയപിള്ള സാറിൻ്റെ കൂടെ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് അന്നേരം ഒരു 22 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ ടൗണിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എവിടെ തിരിഞ്ഞാലും സെക്സ് വർക്കേഴ്സിനെ കാണാൻ പറ്റും. 100-300 പേരോളം തെരുവിലുണ്ടായിരുന്നു. കണ്ണൂർ നഗരത്തിൽ മാത്രം 300 പേരുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, താവക്കരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ പോലീസിന്റെ ഒരു വലിയ ശല്യമായൊരു കേന്ദ്രം. എല്ലാ വിഭാഗം ആൾക്കാരും അവിടെ ഉണ്ടാവും. വലിയ നമ്പർ സെക്സ് വർക്കേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. താവക്കരക്കുണ്ട് ഇപ്പോഴത്തെ പാലത്തിന്റെ മുകളിലായിട്ട്, ആ റെയിൽവേ പാലത്തിന്റെ മുകളിലായിട്ട്. അതുപോലെ കളക്ട്രേറ്റ് മൈതാനം ഇവരെ ഒരു കേന്ദ്രമായിരുന്നു. പിന്നെ ഈ പൂട്ടിയിട്ട ഓഫീസ് സ്ഥാപനങ്ങൾ, അങ്ങനെ ചെട്ടിയാർകുളം, നമ്മുടെ പുതിയ ദൂരയിലെ ചിറക്കൽ കുളം, ഇവരവിടെയൊക്കെ കുളിക്കുക. ഇവർക്ക് കുളിക്കാനൊന്നും സ്ഥലങ്ങളില്ല. ബാത്റൂമിൽ പോലും അന്നത്തെ ചില ബാത്റൂമിലൊന്നും ഇവർക്ക് റെയിൽവേയിലൊന്നും പ്രവേശനമില്ല. ഇവരെ കണ്ട അപ്പം അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു, അടിച്ചോടിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുളങ്ങളിൽ കുളിക്കും. ഇവർ ബസ്സിലാണ് ഉറങ്ങുക. രാത്രി ഉറക്ക് തീർക്കുന്നത് ഇവിടുന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്യും. ഇവർ ഉറക്കം ബസ്സിലാണ്. ചിലർ ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ കയറും. എന്തിനാ? ഉറങ്ങാനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ഉറക്കം. ഇങ്ങനെയൊക്കെ ആ സമയത്താണ് ജീവന സംസ്കൃതി ഇവരെ വളരെ ത്യാഗം സഹിച്ചിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇവർക്ക് നേരെ നമ്മൾ പോയപ്പോൾ ഞാൻ തന്നെ അക്രമത്തിന് വിധേയമായിട്ടുണ്ട്. ഞാൻ 5 ദിവസം ഹോസ്പിറ്റലായിട്ടുണ്ട് ഗുണ്ടേൻ്റെ അക്രമത്തിന് വിധേയമായിട്ട്. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ ഞാനും എന്താ പറയുക, ആളാന്ന് ക്ലൈൻറ്റോ അല്ലെങ്കിൽ ഇവരെ ഏജന്റാന്നുള്ള രീതിയിൽ എന്നെയും പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ആർക്കും ഗവൺമെൻറ്റിന് പോലും ഈ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു വരവ്. പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്തു, ഇറങ്ങി തിരിച്ചു പ്രവർത്തിച്ചു. നല്ലൊരു ടീമുണ്ടായിരുന്നു ഡോക്ടർ ജയപിള്ളയുടെ നേതൃത്വത്തിൽ. അങ്ങനെ നമുക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ പറ്റി. മുഴുവൻ ആൾക്കാരെയും കണ്ടെത്തി. 200-നടുത്ത് തെരുവ് കുട്ടികളെ നമ്മൾ പുനരധിവാസം നടത്തിയിട്ടുണ്ട് ഈ സ്ട്രീറ്റിൽ നിന്ന്. ഇവർക്കുണ്ടായ കുട്ടികളാണ്. അതൊക്കെ വലിയ അച്ചീവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ആ തെരുവ് കുട്ടികൾ ഇന്ന് ആ തെരുവിൽ അവരോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ ഈ സ്ട്രീറ്റിൽ അവർക്ക് ഉണ്ടായേനെ. അപ്പോൾ ഇന്നത്തെ പ്രായമായ സെക്സ് വർക്കേഴ്സൊക്കെ അവർ വീടുകൾ വാടകയ്ക്ക് എടുത്തും ക്വാർട്ടേഴ്സിലൊക്കെ താമസം മാറുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. തെരുവിൽ നിന്ന് അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. അങ്ങനെ മാറാൻ ജീവന സംസ്കൃതിൻ്റെ ഒരു ഡ്രോപ്പിംഗ് സെന്റർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ഈ ഡ്രോപ്പിംഗ് സെന്ററിൽ വന്നവർക്ക് കുളിക്കാം, ഉറങ്ങാം, ഭക്ഷണം പാചകം ചെയ്യാം. അങ്ങനെ ഒരു ശീലം കൂടി ഇവരെ പഠിപ്പിച്ചു. HIV പുറമെ നിങ്ങൾ ഇങ്ങനെ ഉറങ്ങണം, നിങ്ങളിങ്ങനെ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റും, നിങ്ങളിങ്ങനെ കൂട്ടായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരന്ന് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് കഴിക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെ അലക്കാനുള്ള സൗകര്യം കൊടുത്തു. കണ്ണാടി നോക്കാൻ, മേക്കപ്പ് ചെയ്യണം എന്നുള്ളൊരു അവർ കുളത്തിൻ്റെ അടുത്ത് കുളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കണ്ണാടി ഇല്ല. ചെറിയ എന്തെങ്കിലും പൊട്ടിയ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു സമീപനം. ഇവിടെ നമ്മൾ വലിയ ബ്യൂട്ടി പാർലറൊക്കെ വെക്കുന്ന പോലത്തെ ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവർ അവിടെ നിന്ന് തന്നെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊരു സെൽഫ് ഇമേജും സെൽഫ് കോൺഫിഡൻസും വളർന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെയൊക്കെ ആധാർ കാർഡ് കൊടുത്തിട്ട് പലരും മൊബൈൽ ഫോണും അതുപോലെ തന്നെ വീട്ടിലെ വാടക റെൻ്റൊക്കെ നമ്മളെ ആധാർ കാർഡിലാണ് പല വീടൊക്കെ ആ സമയത്ത് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ അവർ ഇങ്ങനെ മാറി. അപ്പോൾ അതാണ് ആ ഒരു ചേഞ്ച്. പേരിൽ നിന്ന് ഇന്ന് എത്ര പേരുണ്ടാവും? ഇന്ന് നമുക്ക് കണ്ണൂർ നഗരത്തിൽ കാണാൻ പറ്റുന്ന ഒരു വിരലുണ്ടാവുന്ന ഒരു 10-15 പേര് മാത്രമേ തെരുവിൽ കാണാൻ പറ്റൂ. ഉണ്ട്, ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ പോയാൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ അത് ഒരു 10-15 പേരാണ് നമുക്ക് നിന്ന് 15 ചുരുങ്ങി. അപ്പോൾ ആ രീതിയിൽ അവർ അതിൽ ഈ 10-15 പേരും ഇപ്പം തെരുവിലല്ല സെക്സ് ചെയ്യുന്നത്. പണ്ട് കുറ്റിക്കാട്ടിലും ആളൊഴിഞ്ഞ ബിൽഡിങ്ങിലും ചെയ്തിരുന്ന സെക്സിനെ ഇപ്പം ഈ സുപ്രീം കോടതി വിധി വന്നു, ആർക്കും 2 ആൾ വന്നു കഴിഞ്ഞാൽ റൂം കൊടുക്കാം.
അതിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ പണമിടപാടോ ഉണ്ടെങ്കിൽ മാത്രമേ പെൺവാണിഭത്തിൻ്റെ കാറ്റഗറിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ സെക്സ് വർക്കിന് ലോഡ്ജ് കിട്ടുന്നതിലൊന്നും ഇപ്പോൾ പ്രയാസമില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ ലോഡ്ജിൽ പോകുന്നു, വൃത്തിയായി സെക്സ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർക്കും ഇവരെ കൊണ്ടുപോയി തെരുവിലൊന്നും നിൽക്കാതെ സെക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. പക്ഷെ എന്നാലും തെരുവിൽ വരുന്ന ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സെക്സ് വർക്കർ തെരുവിലില്ല. സെക്സ് തെരുവിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. ഏത് കാറ്റഗറിപ്പെടുന്ന മനുഷ്യരായിരിക്കും അത്? എനിക്ക് തോന്നുന്നു എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. ഈ ചില ആളുകൾ, അതിന്റെ ഒരു മനഃശാസ്ത്രം എന്താണ്? അത് ചില ആളുകൾക്ക് ഈ ബാത്റൂം ഒന്ന് സെക്സ് ചെയ്താൽ മാത്രമേ തൃപ്തിയാവും. നമ്മൾ ഈ പണ്ടത്തെ ബാത്റൂം എന്നെല്ലാം പറഞ്ഞാൽ അറിയാലോ, ബസ് സ്റ്റാൻഡിലെല്ലാം ദുർഗന്ധം, അവിടുന്ന് സെക്സ് ചെയ്താലേ ശരിയാവും. ചില ആൾക്ക് ഈ സ്ട്രീറ്റിൽ തന്നെ മദ്യവെച്ച് ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ കുറ്റിക്കാട്ടിൽ നിന്നൊക്കെ ചെയ്താൽ അവർക്ക്, അതും നമ്മൾ വിചാരിക്കും സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളാണെന്നെല്ലാം വിചാരിക്കും. അതങ്ങനെയൊന്നുമല്ല. എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും ഈ മേഖലയുമായി ബന്ധപ്പെട്ട്, അത് എനിക്ക് തോന്നുന്ന ഒരു മാനസിക രോഗമായിട്ട് അതിനെ നമുക്ക് കണക്കാക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഉണ്ട്. കാരണം അവർക്ക് ആ തെരുവിൽ ഇപ്പോഴുള്ള പ്രശ്നം, ഇപ്പം നിങ്ങൾ പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നം, ഇപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ പുതിയ സ്റ്റാൻഡിലൊക്കെ വന്ന ഇയാൾ നോക്കി അയാൾ പിന്നാലെ നടന്നു തോണ്ടി എന്നൊക്കെ പറയുന്ന വിഷയം വരുന്നത് ഇവരെ കാണാനില്ല. അപ്പോൾ അവരെ കണ്ട സ്ത്രീകളെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇവർ ചിലപ്പോൾ അതായിരിക്കും എന്നുള്ള, പണ്ടത്തെ പോലെ തിരിച്ചറിയാനും പറ്റുന്നില്ല. മുല്ലപ്പൂവില്ല, പൊട്ടില്ല. പണ്ടത്തെ എന്തൊക്കെയായിരുന്നു അതിന്റെ സിഗ്നലുകൾ? മുല്ലപ്പൂ ഉണ്ട്, നല്ല പൊട്ടുണ്ടാവും. എല്ലാ സ്ത്രീകളും പൊട്ട് വെക്കൂല. പക്ഷെ വലിയ പൊട്ടൊക്കെ വെച്ച് തിരിയും. അവര് നല്ലോണം എന്താ പറയാ, കണ്ടാൽ തന്നെ നമുക്ക് സ്ട്രീറ്റിലെ ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സമൂഹം അതിന്റെ കുറവ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനാവശ്യമാണ്.